മാതാവിന്റെ 1ാം ചരമവാർഷിക ദിനത്തിൽ ചടങ്ങുകൾ ലഘൂകരിച്ച് അതിന്റെ തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മക്കൾ നൽകിയത് മാതൃകയായി. സ്വാതന്ത്ര്യ സമര സേനാനിയും മുൻ MLAയുമായിരുന്ന തുണ്ടത്തിൽ കുഞ്ഞികൃഷ്ണപിള്ളയുടെ ഭാര്യ തങ്കമ്മയുടെ 1ാം ചരമവാർഷിക ദിനത്തിലാണ് മക്കൾ വയനാട്ടിലെ ദുരിതബാധിതർക്കായി സഹായം നൽകിയത്. മന്ത്രി സജി ചെറിയാൻ സഹായധനം ഏറ്റുവാങ്ങി. മാതാവിന്റെ 1ാം ചരമവാർഷിക ദിനത്തിൽ ചടങ്ങുകൾ ചുരുക്കിക്കൊണ്ട് ആ തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മക്കൾ നൽകിയത് മാതൃകയായി. സ്വാതന്ത്ര്യ സമര സേനാനിയും മുൻ MLAയുമായിരുന്ന തുണ്ടത്തിൽ കുഞ്ഞികൃഷ്ണപിള്ളയുടെ ഭാര്യ തങ്കമ്മയുടെ 1ാം ചരമവാർഷിക ദിനത്തിൽ മക്കളായ ചന്ദ്രമോഹനൻ, ശ്യാമള, ശ്രീകുമാർ, ലക്ഷ്മി, ശ്രീദേവി, ശ്രീഹരി എന്നിവർ ചടങ്ങുകൾ ചുരുക്കി വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കാനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായധനം നൽകുകയായിരുന്നു. സ്വാതന്ത്ര്യ സമര സേനാനിയും മുൻ MLAയും കൂടിയ തുണ്ടത്തിൽ കുഞ്ഞികൃഷ്ണയുടെ സഹധർമ്മിണിയുമായ തങ്കമ്മ അവരുടെ 1ാം ചരമവാർഷിക ദിനമായ ഇന്ന് ആസ്വാദമായ ചടങ്ങുകൾ ഒഴിവാക്കി ഏറ്റവും ചെലവ് ചുരുക്കി ചടങ്ങുകൾ മാത്രം നടത്തി വയനാട്ടിൽ പ്രകൃതിക്ഷോഭത്തിൽ ദുരന്തം അനുഭവിക്കുന്ന സഹായങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാനാണ് തീരുമാനിച്ചത്. തുണ്ടത്തിൽ തറവാട്ടിൽ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒത്തുകൂടിയിരുന്നെങ്കിലും മാതാവിന്റെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി ചടങ്ങ് ലളിതമാക്കുകയായിരുന്നു മക്കൾ. അനുസ്മരണ ചടങ്ങിൽ മന്ത്രി സജി ചെറിയാൻ മക്കളുടെ കയ്യിൽ നിന്നും 1 ലക്ഷം രൂപയുടെ ചെക്ക് ഏറ്റുവാങ്ങി. മനുഷ്യസ്നേഹിയായിരുന്ന തുണ്ടത്തിൽ കുഞ്ഞികൃഷ്ണപിള്ളയുടെ മക്കൾ കാട്ടിയ നന്മ മാതൃകാപരമാണെന്ന് സജി ചെറിയാൻ പറഞ്ഞു. നമ്മുടെ എല്ലാം പ്രിയങ്കനായിരുന്ന തുണ്ടത്തിൽ കുഞ്ഞികൃഷ്ണപിള്ള MLAയുടെ സഹധർമ്മിണി തങ്കമ്മ കുഞ്ഞികൃഷ്ണപിള്ളയുടെ ഓർമ്മകൾ നിലനിൽക്കുന്ന ഈ സന്ദർഭത്തിൽ അവരുടെ നാമധേയത്തിൽ വയനാട്ടിൽ ദുരിതമനുഭവിക്കുന്ന ജനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി കുടുംബാംഗങ്ങൾ 1 ലക്ഷം രൂപ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുകയാണ്. കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് 3.5 കോടി ജനങ്ങൾ ഒറ്റക്കെട്ടായി വയനാട് ദുരന്തത്തിൽ അവിടുത്തെ ജനങ്ങളെ ചേർത്ത് പിടിച്ച് പ്രവർത്തിക്കുകയാണ്. നമ്മുടെ സാമ്പത്തികമായ പ്രയാസങ്ങൾക്ക് നടുവിലും അവിടുത്തെ ജനങ്ങളെ പുനരധിവസിപ്പിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആഹ്വാനപ്രകാരം കേരളത്തിനും കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തുമുള്ള ആയിരക്കണക്കിന് മലയാളികൾ, മറ്റുള്ള ജനവിഭാഗങ്ങൾ വളരെ ആത്മാർത്ഥമായി നമ്മുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ എല്ലാ അർത്ഥത്തിലും അവിടുത്തെ ജനങ്ങളെ സംരക്ഷിക്കാൻ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റിന് കഴിവിൻ്റെ പരമാവധി ചെയ്യാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് നമുക്കുള്ളത്. വളരെ സങ്കടകരമായ ഒരു അന്തരീക്ഷത്തിൽ ഒരുപാട് ആളുകൾ നമുക്ക് നഷ്ടപ്പെട്ടു വയനാട്ടിൽ. ഞാൻ വയനാട് സന്ദർശിക്കാൻ പോയപ്പോൾ നമ്മൾ ടെലിവിഷനിൽ കാണുന്നതോ പത്രത്തിൽ കാണുന്നതോ ഉള്ള സാഹചര്യമല്ല. ഏതാണ്ട് കിലോമീറ്ററുകൾ 10-15 കിലോമീറ്ററുകളോളം ഉരുൾ പൊട്ടി നൂറുകണക്കിന് ആളുകൾ മരിക്കുക, നൂറുകണക്കിന് ആളുകൾ കാണാതാകുക, ഭവനങ്ങൾ നഷ്ടപ്പെടുക, ഒരു 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 വേദനിക്കുന്ന ഒരു ലോകം എങ്ങനെയാണോ അതാണ് ആ ദുരന്തമുഖത്ത് നമ്മൾ കണ്ടത്. അവരെ സഹായിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. 2018 പ്രളയത്തിൽ ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെട്ടതെങ്കിൽ അതിൻ്റെയൊക്കെ എത്രയോ 10 മടങ്ങ് പ്രയാസമാണ് അവിടുത്തെ ജനങ്ങൾ ഇന്ന് അനുഭവിക്കുന്നത്. ചടങ്ങിൽ അഡ്വക്കേറ്റ് KH ബാബുജാൻ, P ഗാനന്മാർ, P അരവിന്ദാക്ഷൻ, നഗരസഭാ ചെയർപേഴ്സൺ P ശശികല, മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് B അംബുജാക്ഷി, ശ്രീജിത്ത് പത്യൂർ, B അബിൻ ഷാ, പാലമുറ്റത്ത് വിജയകുമാർ, D അയ്യപ്പൻ, A റഹീം, K ശിവപ്രസാദ് എന്നിവർ പങ്കെടുത്തു. CD നെറ്റ് ന്യൂസ്, കായംകുളം.